തിരുവനന്തപുരം CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടത്തിയ DCP ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിക്ക് ശുപാർശയില്ല. ADGP മനോജ് എബ്രഹാം DGPക്ക് റിപ്പോർട്ട് കൈമാറി കഴിഞ്ഞു. റെയ്ഡിൽ നിയമപരമായി തെറ്റില്ലെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് സൂചന. 10 മിനിറ്റോളം മാത്രമാണ് DCPയും സംഘവും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചെലവിട്ടതെന്നും ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ നിയമവിരുദ്ധമായി ഒന്നും തന്നെ DCP ചെയ്തിട്ടില്ലെന്ന് ADGP സാക്ഷ്യപ്പെടുത്തുന്നു. ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗമോ സംഘർഷമോ പോലീസ് സംഘം സൃഷ്ടിച്ചിട്ടില്ല. റെയ്ഡിന്റെ വിശദാംശങ്ങൾ DCP അടുത്ത ദിവസം തന്നെ കോടതിയെ അറിയിച്ചെന്നും ADGP റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി റെയ്ഡ് നടത്തുമ്പോൾ അല്പം കൂടി ജാഗ്രത DCP കാണിക്കണമായിരുന്നുവെന്ന് ADGP പരാമർശിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലേക്ക് പരിശീലനത്തിനായി തിരിക്കും മുൻപാണ് ADGP തന്റെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുന്നത്. എന്നാൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ DCP ചൈത്ര തെരേസ ജോണിനെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. CPM തിരുവനന്തപുരം നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ചൈത്ര തെരേസ ജോൺ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയത് മനഃപൂർവ്വമാണെന്നായിരുന്നു വാദം. വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി മാത്രമുള്ള നടപടിയാണ് DCPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും താനിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലീസിനെ തടയുമായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഒരു പ്രതിയെയും ഓഫീസിൽ ഒളിപ്പിച്ചിരുന്നില്ലെന്നും മാധ്യമപ്രവർത്തകർക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും ആനാവൂർ നാഗപ്പൻ വ്യക്തമാക്കിയിരുന്നു. പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികളെ ആരെയും റെയ്ഡിന് ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കണ്ടെത്താനായില്ല എന്നതും അതേസമയം തിരുവനന്തപുരം CPM ജില്ലാ ഓഫീസ് റെയ്ഡിന് വിധേയമാക്കിയ SP ചൈത്ര തെരേസ ജോണിന്റെ നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തുകയും ചെയ്തു. പാർട്ടി ഓഫീസുകൾ പരിശോധനകൾക്ക് വിധേയമാക്കാറില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊതുപ്രവർത്തനത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.